ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങള് ഡൽഹിയിൽ രണ്ടാമത്തെ ദിവസം കാണാൻ പോയ കുറച്ച് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് പങ്കുവെക്കുന്നത്. ഞങ്ങൾ ഇന്ന് ആദ്യം പോയത് കുത്തബ് മിനാർ കാണാനാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ചെങ്കോട്ടയിലേക്കാണ്. ഇവിടെ നമ്മളിപ്പോ ഈ ഒരു കാണുന്ന ഈ ഒരു സ്ഥലം അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെയിൻ എൻട്രൻസിലേക്ക് പോകാനുണ്ട്. അവിടെ സൈഡിലായിട്ട് നമുക്കൊരു എൻട്രൻസ് കാണാൻ വെച്ചെങ്കിലും അതല്ല നമ്മൾ വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ള എൻട്രൻസ്. അത് ലാഹോറി ഗേറ്റ് എന്നറിയപ്പെടുന്ന മെയിൻ എൻട്രൻസ് ആണ്. അവർക്ക് കുറച്ച് നടക്കാനുണ്ട്. ചുവരുകളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന പഴയ ഡൽഹിയിലാണ് ഈ ഒരു ലാൽ കില എന്നറിയപ്പെടുന്ന ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ആണ് റെഡ് ഫോർട്ട് നിർമ്മിച്ചത്. ഈ ഒരു ചെങ്കോട്ട 2 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണത്തിന്റെ പ്രൗഢഗംഭീരമായ ഒരു കാലഘട്ടത്തിലാണ് റെഡ് ഫോർട്ടിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. റെഡ് ഫോർട്ടിന്റെ നിർമ്മാണം നടത്തുന്നതിന് മുന്നേ ആഗ്രയായിരുന്നു മുഗൾ ഭരണത്തിന്റെ തലസ്ഥാനം. ഷാജഹാന്റെ ഭരണകാലഘട്ടത്തിലെ മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റെഡ് ഫോർട്ടിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. 17ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ താമസിച്ചിരുന്നതും ഈ ഒരു ചെങ്കോട്ടയിൽ തന്നെയാണ്. ആയിരത്തി 1857 അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറിൽ നിന്ന് ബ്രിട്ടീഷ് ഭാരത സർക്കാർ ചെങ്കോട്ട പിടിച്ചടക്കുന്നതുവരെ ഇത് മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനമായി നിലകൊണ്ടിരുന്നു. ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചെങ്കോട്ടയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കോട്ടയുടെ നഗരത്തിന്റെ കിഴക്കുവശം യമുന നദിയാണ്. കോട്ടയുടെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ലാഹോറി ഗേറ്റ് എന്നറിയപ്പെടുന്ന മെയിൻ എൻട്രൻസ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് വശത്തായിട്ടാണ് ഡൽഹി ഗേറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു എൻട്രൻസ് ഉള്ളത്. പക്ഷെ നമുക്ക് മെയിൻ ഇപ്പോ എല്ലാവരുടെ വിനോദസഞ്ചാരികൾക്കൊക്കെ അലൗഡ് ആയിട്ടുള്ളത് ലാഹോറി ഗേറ്റ് ആണ്. പ്രൗഢഗംഭീരമായി നിലനിൽക്കുന്ന ഈ ചെങ്കോട്ടയുടെ നിർമ്മാണത്തിന് പിന്നിലും നമ്മൾ താജ്മഹൽ നിർമ്മിച്ച അതേ ശില്പിയാണെന്നാണ് പറയപ്പെടുന്നത്. ചുവന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് ബ്രിട്ടീഷുകാരാണ് ചെങ്കോട്ടയ്ക്ക് റെഡ് ഫോർട്ട് എന്ന് പേര് നൽകിയതെന്ന് പറയപ്പെടുന്നു. 1638 മുതലാണ് ഈ ഒരു ചെങ്കോട്ടയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്ന് 8 വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. നമ്മൾ അന്ന് പോയ ദിവസം അവിടെ നല്ല വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നതും അതുപോലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതും. ഈ ഒരു ഏരിയയാണ് മെയിൻ ആയിട്ട് റെഡ് ഫോർട്ടിന്റെ നല്ലൊരു വ്യൂ പോയിന്റ്. ഈ ഒരു സ്ഥലത്ത് വെച്ച് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഒരുപാട് ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കുകയുണ്ടായി. നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ചെങ്കോട്ട വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരാണ്. അത്രയും ഭംഗിയാണ്. കുറച്ചുകൂടി നല്ല റെഡിഷ് കളറായിട്ട് നല്ല വർക്കോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു അഭിമാനം പോലും തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ഈ ഒരു കോട്ട നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൽ ആ ലെങ്ത് ഫുള്ള് ചെറിയ ചെറിയ ഹോളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് ശത്രു രാജ്യത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ശത്രുക്കളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നമുക്ക് ഈ കോട്ടയ്ക്ക് ചുറ്റും ആ ഫുൾ ലെങ്ത്തിൽ ഒരു കിടങ്ങ് കൂടി കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ അവിടുത്തെ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ലാഹോറി ഗേറ്റിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിനോട് അഭിമുഖമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ലാഹോറി ഗേറ്റ് എന്നറിയപ്പെടുന്നത്.
ഈ ഒരു ഗേറ്റിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ആർച്ച് ഷേപ്പിലുള്ള ഒരു എൻട്രൻസ് ആണ് അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോട്ടയുടെ മെയിൻ ഫ്രണ്ട് സൈഡിലേക്ക് എത്താം. ഇപ്പൊ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം മുകളിലേക്ക്, അവിടെ കോട്ടയുടെ മുകളിലേക്കായിട്ട് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം കാണാം. ഈ ഒരു സ്റ്റെപ്പിലൂടെ മുകളിൽ കയറിയിട്ടാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ദേശീയ പതാക ഉയർത്തുന്നതിനായിട്ട് പ്രധാനമന്ത്രി അതുപോലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നത്. ലാഹോറി ഗേറ്റ് കടന്ന് നമ്മളിപ്പോ ചെങ്കോട്ടയുടെ പ്രൗഢിയും പ്രതാപവും ഒക്കെ വിളിച്ചോതുന്ന പ്രധാന കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു കവാടത്തിന് ഇരുവശത്തും നമുക്ക് ഓരോ ഗോപുരങ്ങൾ കാണാം. മാത്രമല്ല ഈ ഒരു കവാടത്തിന്റെ മുകളിലായി നമുക്ക് മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള 7 താഴികക്കുടങ്ങൾ കൂടി കാണാം. ആ ഒരു സ്ഥലത്താണ് സ്വാതന്ത്ര്യ ദിനത്തില് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്. ഈ ഒരു എൻട്രൻസിലൂടെ നമ്മൾ കടക്കുന്നത് ചത്ത ചൗക്ക് അഥവാ മീന ബസാർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ അധികവും കച്ചവട സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്നത്തെ കാലത്ത് അന്ന് കൊട്ടാരത്തിലെ സ്ത്രീകളൊന്നും പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിയിരുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ഒരു ഏരിയയിലാണ് കൊടുന്ന് കച്ചവടം നടത്തിയിരുന്നത്. മാത്രമല്ല അവിടെ കച്ചവടം നടത്തിയിരുന്ന ആൾക്കാരും സ്ത്രീകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അവിടെ സ്ത്രീകൾക്ക് മാത്രമാണ് പോയി സാധനങ്ങൾ വാങ്ങാനെല്ലാം അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആണുങ്ങളൊന്നും ആ ഭാഗത്തേക്ക് പോയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അന്ന് സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഓർണമെന്റ്സ്, അതുപോലെ പേഴ്സ്, ഡ്രസ്സ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങുവാനായിട്ട് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ഒരു ബസാറാണിത്. മീന ബസാർ കടന്ന് നമ്മളിപ്പോ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നേരെ കാണുന്നതാണ് ആ ഒരു കെട്ടിടമാണ് നൗബത്ത് ഖാന. ഇവിടെ നിന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു കെട്ടിടം ഇവിടം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ സൈന്യത്തിന് താമസിക്കാനും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുവാനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതായിരുന്നു. ഇവിടുത്തെ ഈ ഒരു ഉദ്യാനം കഴിഞ്ഞിട്ടാണ് ഈ നൗബത്ത് ഖാന നിർമ്മിച്ചിട്ടുള്ളത്. വലിയൊരു കോമ്പൗണ്ടിന്റെ അകത്താണ്. ഈ റെഡ് ഫോർട്ടിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെങ്കോട്ട കാണുന്ന രീതിയിലല്ല, ഫുള്ള് ഡിഫറെന്റ് കെട്ടിടങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ഞങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ ആ ചെങ്കോട്ടയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ നടന്നു വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇതിനകത്തുള്ള മറ്റുള്ള സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലുള്ള അന്ന് ആ റെഡ് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള അതേ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്കിതിനകത്തും കാണാൻ കഴിയുന്നത് എന്നൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഇതിനകത്തെല്ലാം വേറെ വേറെ സംഭവങ്ങളായിരുന്നു. നമ്മളിപ്പോ ഈ കാണുന്ന ഈ നൗബത്ത് ഖാന എന്ന് പറയുന്നത് അന്നത്തെ വാദ്യ സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഈ ഒരു നൗബത്ത് ഖാന 3 നിലകളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിലെ മുകളിലത്തെ നില ഇന്നിപ്പോ ഒരു മ്യൂസിയം ആയിട്ടാണ്, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അന്നത്തെ സൈന്യത്തിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ റെഡ് സ്റ്റോണിലുള്ള ഈ വർക്കുള്ള ഈ ഒരു സ്ഥലം, ഈ ഒരു കെട്ടിടം ദിവാനി ആം എന്നാണ് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ഷാജഹാൻ ചക്രവർത്തി അവിടുത്തെ പ്രജകളുമായി അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നതും അത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്.
40 തൂണുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ദിവാനി ആം നിർമ്മിച്ചിട്ടുള്ളത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുകലയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ഇവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിവാനി കാസ് എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലം കൂടി കാണാൻ കഴിയും. അവിടെ എന്ന് പറയുമ്പോൾ രാജാവോ അവരുടെ മന്ത്രി അവിടുത്തെ മറ്റുള്ള വലിയ ആൾക്കാരുമായി ഭരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദിവാനി കാസ്. അപ്പൊ ഈ ഒരു സംഭവം, ഈ ദിവാനി ആമ്, ദിവാനി കാസ്, ഇതെല്ലാം നമ്മള് മുമ്പ് ആഗ്ര ഫോർട്ട്, അതുപോലെ ഫത്തേപൂർ സിക്രി അവിടെയൊക്കെ പോയപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അന്നത്തെ മുഗൾ ഭരണകാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഉള്ള ഈ സ്ഥലങ്ങൾ, പ്രജകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന സ്ഥലം. അതുപോലെ ഇവര് വലിയ ആൾക്കാര്, രാജാവ്, മന്ത്രിമാര്, അങ്ങനെയുള്ള ആൾക്കാര് അവര് ഭരണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ദിവാനി കാസ് അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം നിർമ്മിക്കുന്നത് അന്നത്തെ അവരുടെ ഒരു രീതിയായിരുന്നു. നമ്മളിപ്പോ നേരത്തെ കണ്ട ദിവാനി ആം അത് നിർമ്മിച്ചിട്ടുള്ളത് റെഡ് സ്റ്റോണിലാണ്. എന്നാൽ ഇപ്പോ ഈ ഒരു ദിവാനി കാസിന്റെ നിർമ്മാണം വൈറ്റ് മാർബിൾ വെച്ചിട്ടാണ്. മാത്രമല്ല ഇതില് നമ്മൾ താജ്മഹലിൽ കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലെയുള്ള നല്ല ഒരു ആർട്ട് വർക്ക് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാ വെച്ചാല് പലതരത്തിലുള്ള കൊത്തുപണികൾ, അതിന് അകത്തേക്ക് വേറെ ഡിസൈനിലുള്ള വേറെ കളറിലുള്ള മാർബിൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മുന്നേ പണ്ട് ഷാജഹാനൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ ഒരു ദിവാനി കാസിന്റെ ചുവരുകളിലെല്ലാം സ്റ്റോൺ വർക്കുകൾ കൂടി ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു ദിവാനി കാസിനകത്തായിരുന്നു ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഭരണപരമായ ചർച്ചകൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മയൂര സിംഹാസനം ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ഒരു സിംഹാസനത്തിലാണ് കോഹിനൂർ രത്നവും ഉണ്ടായിരുന്നത്. 1739 നാദിർ ഷാ ഡൽഹിയില് ഇവിടെ പിടിച്ചടക്കുകയും മാത്രമല്ല ഇവിടുന്ന് വലിയ സമ്പത്തൊക്കെ കൊള്ളയടിക്കുകയുണ്ടായി. അതിന്റെ കൂടെ തന്നെ ഷാജഹാൻ ചക്രവർത്തിയുടെ ആ ഒരു മയൂര സിംഹാസനവും അതിലുണ്ടായിരുന്ന കോഹിനൂർ രത്നവും ഇവിടുന്ന് കൊണ്ടുപോയെന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് പലരിലൂടെ കൈമാറി അത് ഇപ്പോൾ ബ്രിട്ടനിലാണ് ആ ഒരു കോഹിനൂർ രത്നം ഉള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചെങ്കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ദിവാനി കാസാണ്. അത്രയും ഭംഗിയായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ നേരെ നോക്കുമ്പോൾ കാണാം ഒരു മാർബിളിന്റെ ഒരു പീഠം പോലെ ഒരു വലിയൊരു സംഭവമുണ്ട്. അവിടെ ആയിരുന്നു ഷാജഹാൻ ചക്രവർത്തിയുടെ മയൂര സിംഹാസനം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു സ്ഥലമാണ് ഹമാമെ ലാൽ കില. അതായത് അന്നത്തെ
രാജ കുടുംബാംഗങ്ങൾ കുളിക്കാനും ഡ്രസ്സ് മാറാനും അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു വാഷ്റൂം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഹമ്മാമെ ലാൽ കില. ആ ഹമ്മാമെ ലാൽ കില കഴിഞ്ഞിട്ട് കാണുന്ന ആ ഒരു മസ്ജിദ് അത് ഷാജഹാന്റെ പുത്രനായ ഔറംഗസേബ് നിർമ്മിച്ചതാണ്. 1659 ഈ ഒരു മസ്ജിദിന്റെ നിർമ്മാണം. അത് മോത്തി മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. 2005 വരെ ഈ ഒരു മസ്ജിദ് അവിടെ സന്ദർശകർക്ക് കൂടി പ്രാർത്ഥിക്കാനും അങ്ങനെ എല്ലാവരും ആയിരുന്നു. പിന്നീടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ റെഡ് ഫോർട്ടിന്റെ, അതായത് ചെങ്കോട്ടയുടെ കാഴ്ചകൾ, അതിനകത്തെ കാഴ്ചകളും വിശേഷങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.